ചപ്പാത്തി കറിയൊക്കെ തിന്നു എനിക്ക് ചോറൊക്കെ നിറച്ചുണ്ട്. ചോറായിരുന്നു മിക്കവാറും മീനും വെള്ളപ്പോ വൈകി ഇവിടെ വൈകിട്ട് കസര വന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനം ഇതുപോലത്തെ 2 സ്ക്രബ്ബർ. മോനുകുട്ടന് ഉരുളക്കിഴങ്ങ് പീൽ ചെയ്യാൻ ഇത് വേണം. മറ്റേ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു, അത് കണ്ടില്ല. സാധനം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത സമയത്ത് കുറേ സാധനങ്ങൾ മിസ്സായിപ്പോയി. ഉണ്ടോ? പിന്നെ കാശ്മീരി ചില്ലിപ്പൊടി, പാല്, പിന്നെ നമുക്കൊരു പാര. തേങ്ങ പൊതിക്കാൻ ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് കുഞ്ഞി തേങ്ങകളെല്ലാം കൂടെ മാമൻ്റെ കൊടുത്തു വിട്ട് അവിടുന്ന് പൊതിച്ച് കൊണ്ടുവരുമായിരുന്നു. ഇവിടെ പാരയില്ലായിരുന്നേ. അപ്പം അതെല്ലാം തീർന്നു. കുഞ്ഞതായതുകൊണ്ട് പെട്ടെന്ന് തീർന്നു. അപ്പം ഇന്ന് രാവിലെ പുട്ടുണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് തേങ്ങ പൊതിക്കാൻ പറ്റാഞ്ഞുകൊണ്ട് ചപ്പാത്തിയാക്കി. ഇന്നൊരു പാര മേടിച്ചുകൊണ്ട് പോകുന്നു. നമ്മെ അത് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്നേ. കുഞ്ഞു തേങ്ങയാട്ടെ സുധീഷ് വരെ വരുന്ന പൊടിപ്പിച്ചോ. ഇതാണേലും എനിക്ക് പാടല്ലയോ. പിന്നെ അത്യാവശ്യത്തിന് നമ്മുടെ മുറ്റത്തെ തെങ്ങ, ഇത് വീടിന്റെ ഫ്രണ്ട് വശത്ത് മൂലയ്ക്കൊരു തെങ്ങുണ്ട്. അതേ ചേട്ടാ, ഇത് ഇച്ചിരി വലിപ്പമുണ്ട്. ഇതിനെക്കാട്ടി കുഞ്ഞു തേങ്ങ അതേന്ന് കിട്ടണം. ഇത് നമ്മൾ താഴെ നിട്ടത് അല്ലയോ. അന്ന് അവരെ കൊണ്ട് ഇടിയിച്ചല്ലേ. ഇത് റോഡ് സൈഡിൽ 2 തെങ്ങുണ്ട്. അതേ ഇനി മോനിക്കുട്ടൻ്റെ ദേഹം ഒന്ന് തുടയ്ക്കണം, എനിക്ക് കുളിക്കണം. പിന്നെ അമ്മ ചോറ് വെച്ചു, മീൻകറി ഇരിപ്പുണ്ട്, മോരുണ്ട്. പിന്നെ ചേന മേടിച്ചില്ലായിരുന്നു ഇന്നാണ്, അത് അമ്മ മെഴുക്കുവരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് എന്തോ വരുക. അപ്പം അടുക്കളയിൽ പ്രത്യേകിച്ച് പാചകമൊന്നുമില്ല. പക്ഷെ വേറെ കുറച്ച് പണികളുണ്ട്. ഇന്നലെ നമ്മൾ റാക്കൊക്കെ കൊണ്ടുവന്നത് ഒന്നുകൂടെ അടുക്കി പെറുക്കിയൊക്കെ വേണം. ജാനിക്കുട്ടിയുടെ ഇഷ്ടത്തിന് ജാനിക്കുട്ടി കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ എടുത്ത് അടുക്കി വെച്ചിട്ടാണ് ഇന്നലെ പോയതേ. പിന്നെ ചുമ്മാ ഇവിടെ ഇരിക്കുമല്ലേ, അല്ലെങ്കിൽ തന്നെ വെയിറ്റ് കൂടുതലാണ്, വണ്ണമാണെന്നൊക്കെ എല്ലാവരും പറയും. എല്ലാവരും പറയുന്നതല്ല, സത്യമാണ്. അപ്പം ഇനിയിപ്പോൾ 1 മാസം വീട്ടിലിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിച്ച് വണ്ണം വെക്കുമല്ലോ എന്ന് ഓർത്തോണ്ട് ഞാൻ ഇന്ന് ഇച്ചിരി ഫ്രൂട്ട്സ് മേടിച്ചത്. എന്നൊന്നും മേടിക്കാൻ ചിലപ്പം പറ്റിയെന്ന് വരത്തില്ല. എന്നാലും ഇന്ന് ഇതെല്ലാം 1/2 കിലോ വീതം കേട്ടോ. 1/2 കിലോ ആപ്പിളും പിന്നെ ഇതിൻ്റെ പെന്ത പ്ലം അല്ലേ, ഇതും വാങ്ങിച്ചു കേട്ടോ. പിന്നെ കോൺ ഉണ്ടെങ്കിൽ മേടിക്കാൻ നോക്കാം. അതില്ലായിരുന്നു മോനിക്കുട്ടിന്. അതാണ് രാവിലെ
എന്താ പുഴുങ്ങിയൊക്കെ വെച്ചിട്ട് പോയാൽ ഇല്ല. പിന്നെ മാങ്ങയും തണ്ണിമത്തനും അതൊക്കെ ഉണ്ടായിരുന്നു. തണ്ണിമത്തൻ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ മേടിച്ചായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇത് വാങ്ങിച്ചു. മാങ്ങ കൊള്ളാമോ എന്നൊന്നും അമ്മയ്ക്ക് അറിയത്തില്ല. ചില മാങ്ങ കഴിക്കരുതെന്നൊക്കെ പറയുന്ന കേൾക്കാം. കളറുള്ള മാങ്ങ സത്യത്തെ മാങ്ങ പച്ചേ വേണം. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദൈവമേ, നിന്റെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ. നിന്റെ ശക്തിയാൽ എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ദൈവമേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ വായിലെ വാക്കുകളെ ശ്രദ്ധിക്കണമേ. അന്യജാതിക്കാർ എന്നോട് എതിർത്തിരിക്കുന്നു. ഘോരന്മാർ എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു. അവർ ദൈവത്തെ തങ്ങളുടെ മുമ്പാകെ വെച്ചിട്ടുമില്ല. ഇതാ ദൈവം ജപമൊക്കെ കഴിഞ്ഞു. കുറച്ച് തുണികൾ മടക്കി വെക്കാനുണ്ട് പ്രിയങ്ങളെ. കുളിക്കാൻ നേരത്തെ എന്നും ബാത്റൂം അത്യാവശ്യം സമയമുള്ളപ്പോഴെല്ലാം തേച്ച് കഴുകിയിടും. ഞാൻ എന്നും ഇപ്പം തേച്ച് കഴുകിയിടും. നമ്മളെ കൊണ്ടാവുന്ന പോലൊക്കെ നമ്മൾ ചെയ്യും. പിന്നെ ഈ പിള്ളേർ ഓരോ കുരുത്തക്കേട് കാണിക്കുന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരൊക്കെ എന്നോട് ചോദിച്ചായിരുന്നു മോനിക്കുട്ടൻ്റെ സ്കൂളിൽ പോക്ക് എങ്ങനെയാണെന്നുള്ളത്. സ്കൂളിൽ കൊണ്ടുവിടാൻ പറ്റുന്ന സാഹചര്യമല്ല. ഓട്ടോയിൽ എങ്ങനെയെങ്കിലും എത്തിച്ചാലും പടി കയറി സ്കൂളിലോട്ട് പോകണം. അത് പാടാവും. പിന്നെ ബാത്റൂമിലൊക്കെ പോകാനും എല്ലാം വിഷമമാകും. അതുകൊണ്ട് എല്ലാ ദിവസത്തെയും നോട്ട് വാട്സപ്പിൽ ഇട്ട് തരാൻ പറഞ്ഞിട്ടുണ്ട് ടീച്ചർമാരോടെ. അത് ഇട്ട് തരുന്നതനുസരിച്ച് എഴുതി വായിച്ചൊക്കെ ഇരിക്കാം. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഒത്തിരി ഒത്തിരി സന്തോഷത്തോടെ ഞാനൊരു കാര്യം പറയാം പ്രിയങ്ങളെ. ഇന്നലെ എന്നെ കാണാൻ ഒരാൾ വന്നത് എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് എന്നോട് ഒരുപാട് അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരാളാണ്. ആ അറ്റാച്ച്മെൻ്റ് എത്ര ഉണ്ടായിരുന്നു എന്ന് ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടും. എന്നെ ഉച്ചയ്ക്ക് അജിയണ്ണൻ വീട്ടിൽ നിന്ന് വന്നപ്പം അജിയണ്ണൻ്റെ ഫോണിൽ ഒരു കോള് വന്നു, എൻ്റെ കയ്യിൽ തന്നു. അങ്ങനെ ഞാൻ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഞാനിതുപോലെ വീഡിയോസൊക്കെ കാണുന്ന ആളാണ്, ഞങ്ങൾ കോട്ടയത്തുണ്ട്, അപ്പോൾ അതുവഴി വരുമ്പോൾ അവിടെ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു ഫാർമസിയിൽ. അപ്പോൾ അവിടുന്ന് ലൊക്കേഷൻ ഇട്ട് നോക്കുമ്പോൾ 3 മണിയോളം ആകും ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക്. അപ്പോൾ 12:30 ആയതേ ഉള്ളൂ. അപ്പം 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പത്തനംതിട്ടയിൽ എത്തുമെന്ന് പറഞ്ഞു. അപ്പം ആ സമയത്ത് അവിടെ ഉണ്ടാവുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ ഉണ്ടാവും എന്ന് പറഞ്ഞു. എനിക്കൊരു എത്തും പിടിയില്ല, ആരാ എന്തോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഗൂഗിളിൽ നോക്കിയാണ് ഫാർമസിയുടെ നമ്പർ എടുത്തതും അജിയണ്ണെ വിളിച്ചതും ഒക്കെ. 3 മണിയൊക്കെ ആയപ്പം എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നതൊരു അമ്മയാണ്. എന്നെപ്പോലെ എൻ്റെ പ്രായമുള്ളൊരു മോളുണ്ട് അമ്മയ്ക്ക്. മോള് ഡോക്ടറാണ്, മോൻ ഡോക്ടറാണ്. രണ്ടുപേരും എറണാകുളത്ത് പ്രശസ്തമായ ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യുന്നവരാണ്, 2 മക്കളും. അപ്പം മോൻ്റെ അടുക്ക പോയിട്ട് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയാണ്. അപ്പോഴാണ് എൻ്റെ അടുക്ക് വന്നിട്ട് പോയത് കേട്ടോ. എനിക്ക് വേണ്ടിയിട്ട് സമയം ചിലവഴിച്ച് അത്രയും റിസ്ക് എടുത്ത് വന്നപ്പോൾ എനിക്ക് എന്ത് പറയണം, എങ്ങനെ ആ സ്നേഹം എനിക്ക് അറിഞ്ഞുകൂടാ. എന്നോട് അത്രയും ഒരു മാനസികമായിട്ട് എന്നോട് എന്തും വേണ്ടി എന്നെ കാണാൻ ആഗ്രഹിച്ചിട്ടായിരിക്കും അത്ര ദൂരമൊക്കെ യാത്ര ചെയ്ത് വന്നതെന്ന് എനിക്ക് എന്താ പ്രിയങ്ങളെ പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാ കേട്ടോ. നിങ്ങൾ എൻ്റെ സ്ഥാനത്തായിരുന്നു, നിങ്ങൾക്ക് എന്തായിരിക്കും ആ ഫീലിങ്? അപ്പം അത്രയും എത്ര വലിയ ലെവലിലുള്ള ആൾക്കാരാണ്. അപ്പം എന്നെ കാണാൻ അത്രയും മെനക്കെട്ട് വരിക എന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അതിനോട് ഞാൻ ദൈവത്തോട് നന്ദിയും പറഞ്ഞു. ഇന്നലെ എനിക്കിത് പറയാനുള്ള സാഹചര്യം കിട്ടിയില്ല. കുറച്ച് മണിക്കൂറുകൾ ഞാൻ അതിനെപ്പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നു. ദൈവമേ, എന്നെ എന്താ പറഞ്ഞ ഒരു പുഴുവിനെ പോലെ തള്ളിക്കളഞ്ഞ മനുഷ്യരുണ്ട്, ഒരു വിലയും കൽപ്പിക്കാതെ മാറ്റി നിർത്തിയവരുണ്ട്. അപ്പം എനിക്ക് ഇത്രയൊക്കെ സ്ഥാനം അവരുടെയൊക്കെ മനസ്സിൽ നീ തന്നല്ലോ എന്നോർത്ത് ഞാൻ ദൈവത്തിനോട് കുറേ നന്ദി പറഞ്ഞു. അതുപോലെ തന്നെ ഇന്ന് സന്തോഷമുള്ള ഒരു കാര്യം ഉണ്ടായത്, ഞാൻ മോനിക്കുട്ടന് ഫ്രൂട്ട്സ് മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഷോപ്പിൽ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് പരിചയമുള്ളൊരു മുഖം അവിടെ ഉണ്ട്. ഞാൻ ഇന്നും അതുപോലെ തന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എൻ്റെ ദേഹത്ത് ഇങ്ങനെ നമ്മുടെ ഈ കുളിരു കോരുക എന്ന് പറയത്തില്ലേ,
അങ്ങനെ തന്നെ പലതവണ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അത്ര എനിക്ക് കരയണോ ചിരിക്കണോ എന്നറിയാത്ത, അത്ര സന്തോഷമാണോ സങ്കടമാണോ എന്ന് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് ഞാൻ മാറിപ്പോയി. ഞാൻ ഫ്രൂട്ട്സ് മേടിക്കാൻ നിന്നപ്പം എന്നെ +2-ന് പഠിപ്പിച്ച ഒരു ടീച്ചർ, ശരിക്കും പറഞ്ഞ ടീച്ചർ എന്നെ അധികം പഠിപ്പിച്ചിട്ടില്ല, പക്ഷെ +2 അനുവദിച്ച 2ാമത്തെ ബാച്ചിലാണ് ഞാൻ പഠിച്ചത് കാതോലിക്കറ്റ് സ്കൂളിൽ. അപ്പോൾ ടീച്ചർ അവിടെ ഉണ്ട്, ഇപ്പോഴും ടീച്ചർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അന്നത്തെ ഒരു മുഖമല്ല, ടീച്ചർ കുറച്ചുകൂടി ക്ഷീണിച്ചത് കൊണ്ട് എനിക്ക് അത്ര പെട്ടെന്ന് മനസ്സിലായില്ല. പക്ഷെ ടീച്ചർ അതിനോട് ചിരിച്ചുകൊണ്ട് വന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നു ടീച്ചർ ആണെന്നുള്ളത് കേട്ടോ. എൻ്റെ പ്രിയങ്ങളെ എൻ്റെ അടുക്ക വന്നു, എന്നോട് മിണ്ടി. അത് പോരാ, എന്നോട് പറഞ്ഞ ഒരു കാര്യം എന്താണെന്നറിയാമോ? ഞാൻ +2-ന് സയൻസ് ആയിരുന്നു. അപ്പോൾ സുവോളജി പഠിപ്പിച്ചത് സൂസി ടീച്ചറാണ്. ഇന്ന് കണ്ട ടീച്ചർ ഞാൻ പറഞ്ഞില്ല, ഞാൻ മലയാളമായിരുന്നു സെക്കൻഡ് ലാംഗ്വേജ്, എന്നെ മാത്യു സാറാണ് പഠിപ്പിച്ചത്. ഹിന്ദി പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചറാണ് ഇത് കേട്ടോ എന്ന് എൻ്റെ ഓർമ്മ. അപ്പം ടീച്ചർ എൻ്റെ അടുക്ക് വന്ന് പറഞ്ഞു, എനിക്ക് നല്ല ഓർമ്മയുണ്ട് സുവോളജിയുടെയൊക്കെ റെക്കോർഡ് വെക്കാൻ വേണ്ടിയിട്ട് സൂസി ടീച്ചറിൻ്റെ അടുക്ക് പേടിച്ചരണ്ട മുഖമായിട്ട് വന്നിങ്ങനെ നിൽക്കുന്ന ഒരു മുഖം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. മെലിഞ്ഞ് എന്താ ചോദിച്ചാലും ചിരിച്ചോണ്ട് നിൽക്കുന്ന ഒരു മുഖം. എനിക്കത് കേട്ടോ ഭയങ്കര സങ്കടം തോന്നി. പ്രിയങ്ങളെ, എത്ര എനിക്ക് സന്തോഷം കൊണ്ടാണോ എനിക്ക് അറിഞ്ഞുകൂടാ. അന്നത്തേക്ക് എന്നെ അത്രയും ഓർത്തിരിക്കാൻ ടീച്ചറിന് കഴിഞ്ഞെങ്കിൽ അത്രയും എനിക്ക് അറിഞ്ഞുകൂടാ. അതിനെപ്പറ്റി ആ ഒരു അന്നേരം അത് കേട്ടപ്പോൾ ഉണ്ടായ മാനസികാവസ്ഥ എനിക്കത് പറയാൻ അറിഞ്ഞുകൂടാ. എന്നെ അത്രയൊക്കെ ഓർത്തിരിക്കുന്ന ചിലരെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളത് എനിക്കറിഞ്ഞൂടാ. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്കെല്ലാം ഞാൻ അത് തന്നെ ഓർക്കുമായിരുന്നു. അങ്ങനെ ഒരു ഞാൻ ഉണ്ടായിരുന്നു എന്ന് ടീച്ചർ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഓർക്കും. ഞാൻ റെക്കോർഡായാലും എക്സാമിൻ്റെ പേപ്പർ ആയാലും ഡയറി ആയാലും എന്തിനും സ്റ്റാഫ് റൂമിൽ ചെല്ലുമ്പോൾ ടീച്ചർമാരുടെ ഇടയ്ക്കിലോട്ട് ചെല്ലുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. ഭയങ്കര ടീച്ചർമാരോടും എനിക്ക് ബഹുമാനം കൊണ്ടുള്ള പേടിയാണ്. ടീച്ചർ അത്രയും ശ്രദ്ധിച്ച് ഇപ്പോഴും അത് മനസ്സിലിങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് ഒത്തിരി സന്തോഷം തോന്നി. എന്നെ അത്രയും മനസ്സിൽ വെച്ചിരുന്നു. കാരണം ഞങ്ങൾ തമ്മിൽ അങ്ങനെ, ഞാൻ ഒരു ടീച്ചർമാരുമായിട്ടും അധികം സംസാരിക്കുവോ ഒരു ബോണ്ട് ഉണ്ടാക്കുവോ അങ്ങനെ ഒന്നും, ഒരു കോണ്ടാക്റ്റ് വെക്കുവോ ഒന്നും ഒരു ടീച്ചർമാരോടും എനിക്കില്ല. പക്ഷെ എല്ലാവരോടും എനിക്ക് ഇന്നും അന്നും എപ്പോഴും എനിക്ക് ബഹുമാനവും സ്നേഹവുമാണ്. ഞാൻ പറഞ്ഞില്ലേ, പക്ഷെ അത്രമേൽ പരിചയമുള്ളതുപോലെയാണ് ടീച്ചറിന് എന്നോട് എൻ്റെ കാര്യം പറഞ്ഞതും സംസാരിച്ചതും ഒക്കെ. ഞാൻ അന്നേരം ഇങ്ങനെ ഓർക്കും, എന്നെ ഓർത്ത് പ്രാർത്ഥിക്കാൻ, അല്ലെ എന്നെ മനസ്സിൽ വെച്ചിരിക്കുന്ന കുറച്ച് പേരെയെങ്കിലും എൻ്റെ മുമ്പിൽ തന്നെ ദൈവം കൊണ്ടുവരുമ്പോൾ എനിക്കത് എങ്ങനെ ഞാനത് അതിൻ്റെ ആ ഒരു പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഒരാളുടെ മനസ്സിൽ ഇടം പിടിക്കുക എന്ന് പറയുന്നത് നമ്മളായിട്ട് എത്ര ശ്രമിച്ചാലും ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ യാദൃച്ഛികമായിട്ട് ഒരു എന്താ പറയുക, ഒരു പ്രോസസ്സാണത്. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ, അവരുടെ മനസ്സിലൊരു സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ അത് വളരെ പ്രഷ്യസ് ആണ്, സ്പെഷ്യലാണ്, സത്യം. പക്ഷെ ടീച്ചറിൻ്റെ എന്നെ പഠിപ്പിച്ച ഏതെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിൽ പോലും എനിക്ക് ഇത്രയും ഒരു എന്താ പറയുന്നത് ഒരു ഫീലിംഗ് ഉണ്ടാവത്തില്ല. കാരണം ആ ടീച്ചറുമായിട്ട് എനിക്ക് അത്രയും കോണ്ടാക്റ്റ് ഒന്നുമില്ല. എന്നെ കാണുമ്പം ചിരിക്കും. പിന്നെ പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ടീച്ചർ അതിനകത്തൊക്കെ കുറച്ച് ആക്റ്റീവായിരുന്നു. ഞാൻ കുറച്ച് കഥ എഴുതുകയും കവിത എഴുതുകയും സ്കൂൾ മാഗസിനകത്തും അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട്. പക്ഷെ ഇത്രയും എന്നെ ഓർത്തിരിക്കുമത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ടീച്ചറിന്റെ മനസ്സിൽ പതിഞ്ഞ ഒരു ഞാൻ ഇന്ന് എന്നെ കണ്ടപ്പോൾ അത് പറഞ്ഞപ്പം എത്ര സന്തോഷമാണ്, എനിക്കത് പറയാൻ അറിഞ്ഞു. അത്രയും സന്തോഷമാണ്, അത്രയും സന്തോഷമാണ്. ടീച്ചറിനോട് ശരിക്കും പറഞ്ഞാൽ ടീച്ചറിനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കണം എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ടീച്ചറിൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്ന അച്ഛനാണ്. അച്ഛനെയും പരിചയപ്പെടുത്തി, ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ്, കാതോലിക്കറ്റ് പഠിച്ചതാണെന്ന് പറഞ്ഞു. അപ്പം പിന്നെ അത്രയും ഓവർ എക്സ്പ്രഷൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അങ്ങ് ഉള്ളിലങ്ങ് അടക്കി. ദൈവത്തോട് കുറേ നന്ദി പറഞ്ഞു. വന്ന വഴിക്ക് 8 കിലോമീറ്റർ ഉണ്ട് നമ്മൾ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. ആ 8 കിലോമീറ്ററും ഞാൻ ഇത് തന്നെ റിപ്പീറ്റ് എൻ്റെ ചെവിയിൽ ഇങ്ങനെ കേട്ടോണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ഒരു ഞാൻ, അതെനിക്കിന്ന് ശരിക്കും മിസ് ചെയ്യും. നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ഞാനുണ്ട്, നിങ്ങൾ കാണുന്ന ഒരു ഞാനുണ്ട്. പക്ഷെ ഇതിൻ്റെയൊക്കെ ഒരുപാട് നിങ്ങൾ ഇമാജിൻ ചെയ്യാത്ത ഒരാളായിരുന്നു അന്നത്തെയൊക്കെ ഞാൻ. അതിൽ നിന്ന് എങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ആയതെന്ന് ഇന്ന് ഞാൻ കുറേ ആലോചിച്ചു.
അയല വറക്കാം. നമുക്ക് എയർ ഫ്രയറിനകത്ത്, മോനുകുട്ടൻ എയർ ഫ്രയറിനകത്ത് വറുത്താൽ മതിയെന്ന്. ഉരുളക്കിഴങ്ങ് മെഴുകുവരട്ടിക്ക് ഭയങ്കര എണ്ണയായിരുന്നു. എന്തുവാ ആ പറഞ്ഞു ഇതിനകത്ത് വെക്കുന്നു. മീൻകറിക്ക് മീൻ ചാറേ ഉള്ളൂ, കഷ്ണമൊന്നുമില്ല. കഷ്ണമൊക്കെ ഇന്ന് ഉച്ചക്കലത്തോടെ ക്ലോസ്. നല്ല ഇലയായിരുന്നു. പച്ച ഇല, പണ്ട് പച്ച ഇല മേടിച്ച് വറക്കുന്ന ആ രുചിയായിരുന്നു ഇത് വറുത്തത്. എന്നെ വിളിച്ച് ഒരു 39 അറിയാൻ പറഞ്ഞു. അവര് ഫോണിനപ്പേരും വേണമെന്ന് പറഞ്ഞു. മഴ പറഞ്ഞ തരാമെന്ന്. ഞാൻ പോയിട്ട് തിരിച്ചു വരും. ഞാനിപ്പോ കൊറേ വേറെ ആള് വരുന്നത്. വെള്ളത്തിൽ 7.85 കിടക്കുന്നത് ആരും വീഡിയോ. ആ നമ്പരിടിക്കണ്ടേ? നമ്പരിട്ടുണ്ടോ? ഇനി അവര് വന്ന് പതിക്കട്ടെ. അത് മറ്റേ ഇപ്പൊ അങ്ങനെ ഇല്ലല്ലോ. ഇല്ല. വേറെ ഏതെങ്കിലും സാധനം ഒട്ടിക്കുമല്ലേ? അങ്ങോട്ട് കുഞ്ഞിനെയാണ് മോനെ കുട്ടറച്ചോണ്ടല്ലോ. ഒന്ന് അവിടെ ഒന്ന് വൃത്തിയാക്കി അവനിവിടെ ഇരിക്കട്ടെ. തന്നെ പോയിട്ടിക്ക് വന്നാൽ നമ്മുടെ മീൻ റെഡിയായി പ്രിയങ്ങളെ. നമുക്കിനി കഴിക്കാം. അമ്മ ചോറുണ്ടു. അമ്മയ്ക്ക് അയല കൂട്ടാൻ വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് അമ്മ മീൻകറി കൂട്ടി ചോറുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കഴിക്കാം. മോനുകുട്ടന് ബ്രെഡ് മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോറാവുന്നത് അത് പ്രത്യേകം പറയണ്ടല്ലോ. മോനുകുട്ടൻ ബ്രെഡും മീൻ ചാറും കഴിക്കാൻ പോകണം. പിന്നെ ഒരു അയല വറുത്തു, മത്തിയല്ല അയല വറുത്തു കൊടുത്തേച്ച് വരാമേ. ഇനി ഞാൻ എനിക്കുള്ള ചോറെടുക്കട്ടെ. ചമ്മന്തി വെച്ചിട്ടുണ്ട്, അത് ഞാൻ എടുക്കുക. മോനുകുട്ടന് വേണ്ട കേട്ടോ. ചേനമിഴുക്ക് പരട്ടി. അയല വറുത്തതും എടുത്തേ. മീൻകറിക്കകത്ത് മുങ്ങിത്തപ്പിയപ്പോൾ എനിക്കൊരു കഷ്ണം കിട്ടി. അതെടുത്തു. മോരേറിയുണ്ട് പ്രിയങ്ങളെ, എനിക്ക് വേണ്ട. ഞാനിതും കൂട്ടിയാണ് കഴിക്കുന്നത് കേട്ടോ. എന്നത്തെയും പോലെ എല്ലാവരോടും സ്നേഹം, സന്തോഷം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കണം. വീഡിയോ എല്ലാം കാണണം, സപ്പോർട്ട് ചെയ്യണം. വീണ്ടും കാണാം കേട്ടോ. ടാറ്റ, ഓക്കെ, ബൈ ബൈ, സീ യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.